ഹായ്, എല്ലാവർക്കും നമസ്കാരം. കുറേ ദിവസമായി വീഡിയോസ് ഒന്നും ഞാൻ ഇടുന്നില്ലായിരുന്നു. ഇന്ന് എന്തോ എൻ്റെ മനസ്സ് പറഞ്ഞു ഒരു വീഡിയോ ഇടണമെന്ന്. അതിനായിട്ട് ഞാൻ ഒരുങ്ങിയിട്ടൊന്നുമില്ല, പക്ഷേ ഒരു വചനം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആ വചനം ഒന്ന് കേട്ട് നോക്കാം. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ സുവിശേഷം 20-ാം അധ്യായമാണ്. 1 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാർ. സ്വർഗരാജ്യം തന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കുവാൻ അതിരാവിലെ പുറപ്പെട്ട വീട്ടുടമസ്ഥന് സദൃശ്യം. ദിവസം 2 ദനാറ വീതം വേതനം നൽകാമെന്ന കരാറിൽ അവൻ അവരെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു. 3-ാം മണിക്കൂറിൽ അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചിലർ ചന്തസ്ഥലത്ത് അലസരായി നിൽക്കുന്നത് കണ്ട് അവരോട് പറഞ്ഞു, നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ, ന്യായമായ വേതനം നിങ്ങൾക്ക് ഞാൻ തരാം. അവരും മുന്തിരിത്തോട്ടത്തിലേക്ക് പോയി. 6-ാം മണിക്കൂറിലും 9-ാം മണിക്കൂറിലും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും അവൻ ഇതുപോലെ തന്നെ ചെയ്തു. ഏകദേശം 11-ാം മണിക്കൂറിൽ അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും അവിടെ ചിലർ നിൽക്കുന്നത് കണ്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ ദിവസം മുഴുവൻ അലസരായി നിൽക്കുന്നത് എന്തുകൊണ്ട്? ഞങ്ങളെ ആരും വേലയ്ക്ക് വിളിക്കാത്തത് കൊണ്ട് എന്നവർ മറുപടി നൽകി. അവൻ പറഞ്ഞു, നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവീൻ. വൈകുന്നേരമായപ്പോൾ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ കാര്യസ്ഥനോട് പറഞ്ഞു, ജോലിക്കാരെ വിളിച്ച് അവസാനം വന്നവർക്ക് തുടങ്ങി ആദ്യം വന്നവർക്ക് വരെ കൂലി കൊടുക്കുക. 11-ാം മണിക്കൂറിൽ വന്നവർക്ക് ഓരോ ദനാറ് ലഭിച്ചു. തങ്ങൾക്ക് കൂടുതൽ ലഭിക്കുമെന്ന് ആദ്യം വന്നവർ വിചാരിച്ചു, എന്നാൽ അവർക്കും ഓരോ ദനാറ് തന്നെ കിട്ടി. ഇത് വാങ്ങിയപ്പോൾ അവർ വീട്ടുടമസ്ഥനെതിരെ പിറുപിറുത്തു. അവസാനം വന്ന ഇവർ 1 മണിക്കൂറേ ജോലി ചെയ്തുള്ളൂ. എന്നിട്ടും പകലിന്റെ അധ്വാനവും ചൂടും സഹിച്ച് ഞങ്ങളോട് അവരെ നീ തുല്യരാക്കിയല്ലോ. അവൻ അവരിൽ ഒരുവനോട് ഇങ്ങനെ മറുപടി പറഞ്ഞു, സ്നേഹിതാ, ഞാൻ നിന്നോട് ഒരു അനീതിയും ചെയ്യുന്നില്ല. 1 ദനാറയ്ക്കല്ലേ നീ എന്നോട് സമ്മതിച്ചിരുന്നത്? നിനക്ക് അവകാശപ്പെട്ടത് വാങ്ങിക്കൊണ്ട് പോയിക്കൊള്ളുക. അവസാനം വന്ന ഇവനും നിനക്ക് നൽകിയതുപോലെ തന്നെ കൊടുക്കാനാണ് എനിക്കിഷ്ടം. എൻ്റെ വസ്തുവകകൾ കൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ലെന്നോ? ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിന് അസൂയപ്പെടുന്നു? പ്രകാരം പിൻപന്മാർ മുൻപന്മാരും മുൻപന്മാർ പിൻപന്മാരുമാകും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമ്മള് ഒത്തിരി ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്, ഈ ചിന്താ വിഷയമാണ് സ്വർഗരാജ്യത്തിൽ എങ്ങനെ എത്തിച്ചേരും. ഒത്തിരി പേര് സുവിശേഷം അറിയിക്കാനായിട്ടും അതുപോലെ തന്നെ ദൈവവേല ചെയ്യുന്നു. അപ്പോൾ അവർ വിചാരിക്കും മറ്റുള്ളവർ അലസരായിട്ട് നടക്കുന്നു, മദ്യപിച്ച് നടക്കുന്നു, മറ്റ് ദുഷ്കൃത്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു. അപ്പം സ്വർഗത്തിൽ ഞങ്ങൾക്ക് വലിയൊരു സ്ഥാനം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ അവർക്കും ഉടമസ്ഥൻ എന്താണോ തീരുമാനിക്കുന്നത് അതനുസരിച്ചാണ് ഓരോരുത്തർക്കും കിട്ടുക കൂലിയായിട്ട്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല സ്വർഗരാജ്യത്തിലെ ഓരോ കാര്യങ്ങളും. അത് ഈശോ വ്യക്തമാക്കി തരുന്നുണ്ട്. പിതാവ് നല്ലവനായതുകൊണ്ട് എന്തിന് നിങ്ങൾ അസൂയപ്പെടുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പം സ്വർഗത്തിലെ തീരുമാനങ്ങൾ എടുക്കുന്നതും നമ്മുടെ കർത്താവാണ്. കർത്താവിൻ്റെ കൂടെ നിൽക്കാനും കർത്താവിന് വേണ്ടി വേല ചെയ്യുവാനും വിളിക്കപ്പെട്ടവരാണ് നാം. ഒരിക്കലും നമുക്ക് കിട്ടിയതിൽ സന്തോഷിക്കാതെ കിട്ടിയതിന് മറ്റുള്ളവരെ വെച്ച് താരതമ്യം ചെയ്തതിന് ശേഷം അസൂയപ്പെടുകയും സംസാരിക്കുകയും പിറുപിറുക്കുകയും ചെയ്യുന്നത് ശരിയല്ല. നമുക്ക് കിട്ടിയ ഓരോ കാര്യത്തിനും ദൈവത്തോട് നന്ദി പറഞ്ഞ് മുന്നോട്ട് പോകാം. അതിനായിട്ട് സർവേശ്വരൻ നമ്മളെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജോലി കർത്തവ്യങ്ങൾ അനുഷ്ഠിച്ച് മുന്നോട്ട് പോവുക. ബാക്കി ദൈവം തരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനെ നയിക്കും. ആമേൻ.